നമ്മൾ നിൽക്കുന്നത് വടക്കുന്നാഥിന്റെ മുന്നിലാണ്. വടക്കുന്നാഥിന്റെ ആ വാതിൽ കൂടി ഇപ്പോൾ ഒരു വിസ്മയം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ വിസ്മയം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ്. അല്പസമയത്തിനകം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ കുറെ അധികം മണിക്കൂറുകളായി ഈ തെക്കേ ഗോപുര നട തുറന്ന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വരുന്നത് കാണാൻ നൂറുകണക്കിന് ആളുകൾ ഇവിടെ നിൽക്കുകയാണ്. അദ്ദേഹം തെച്ചിക്കോട്ടിന്റെ വരുന്ന വഴിയിൽ ഉള്ള ആളുകളെക്കാൾ കൂടുതൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഈ തെക്കേ ഗോപുരം നടന്ന് തുറന്നു നിൽക്കുന്ന ആ കാഴ്ച ഒരു മനോജ്ഞമായ, മനോഹരമായ, വിസ്മയകരമായ, ആനന്ദദായകമായ കാഴ്ചയാണ്. ആ കാഴ്ച കാണാൻ ഇവിടെ നൂറുകണക്കിന് ആളുകൾ, രാമന്റെ ആരാധകർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്ന് നിൽക്കുന്നു. ഒരേ ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, രാമനെ കാണുക. രാമൻ തുമ്പിക്കൈ ഉയർത്തി അഭിവാദം ചെയ്യുകയാണെങ്കിൽ പ്രത്യഭിവാദം ചെയ്യുക എന്ന ഒറ്റ ആഗ്രഹത്തിൽ ഇവിടെ ഫോണും പിടിച്ചുകൊണ്ട് ഫോണിൽ ചിത്രീകരിക്കാൻ, ഹൃദയത്തിൽ ചിത്രീകരിക്കാൻ ഇവിടെ നൂറുകണക്കിന് ആളുകൾ ഇവിടെ നിൽക്കുകയാണ്. അതാണ് നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലെ കാഴ്ച. കൂടുതൽ ഘടകപൂരങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. ഘടകപൂരങ്ങൾക്കൊപ്പം മറ്റൊരു പൂരമാണ് രാമൻ. ഒരുപക്ഷെ ചെറുപൂരങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ ഈ പൂരത്തോട് ചേർന്ന് നിൽക്കുന്ന പൂരം പൊട്ടിക്കയറുകയാണെങ്കിൽ ഇപ്പൊ ഇതാ ഈ വാതിലിനടുത്തേക്ക്, ഈ തെക്കേ ഗോപുര വാതിലിനടുത്തേക്ക് പുരുഷാരം ഇങ്ങനെ ഒഴുകി ഒഴുകി എത്തുകയാണ്. കാരണം അതാ വരുന്നുണ്ട് രാമൻ. അതിനുവേണ്ടി ഇന്നലത്തെ പോലെ തന്നെ അതിനേക്കാളൊക്കെ തിരക്കാണ്. രാമന്റെ വരവ്, ചെമ്പുക്കാവിലമ്മയുടെ തിടമ്പേറ്റി രാമൻ ഇങ്ങോട്ട് കടന്നു വരും. ആ കാഴ്ച കാണാനായിട്ട് ഇങ്ങനെ അവിടെ വഴിയിലുണ്ടായിരുന്ന എല്ലാവരും ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച കാണാൻ പരമാവധിയിലേക്ക് എത്തുകയാണ്. പൂരമതിന്റെ പരമാവധി പുരുഷാരത്തിലേക്ക് എത്തുകയാണ്. പൂരമതിന്റെ പരമാവധി ആവശ്യത്തിലേക്ക് എത്തുകയാണ്. വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിൽ നിന്നാൽ അങ്ങ് റോഡ് വരെ കണ്ണു കാണാത്ത പോലെ, അല്ലെങ്കിൽ റോഡ് വരെ അങ്ങ് നിറഞ്ഞു നിൽക്കുന്ന, പൂഴി വാരിയിട്ടാൽ താഴെ വീഴാത്ത മട്ടിൽ, ഒരു തുള്ളി പോലും, ഒരു പൊടിമണ്ണ് പോലും താഴെ വീഴാത്ത മട്ടിലുള്ള പുരുഷാരം അങ്ങ് നിറഞ്ഞു നിൽക്കുന്നു. രാമൻ അതിനൊരു നിമിത്തമാകുന്നു, രാമൻ അതിനൊരു നിയോഗമാകുന്നു. ഒരുപക്ഷെ ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തൃശ്ശൂർ പൂരം 3 ദിവസമാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ് എന്ന് രാമന്റെ ആരാധകർ പറയും. അതിന് കാരണം സാധാരണ പരിപാടിയായിരുന്ന ഈ പൂരവിളംബരം ഈ തൃശ്ശൂർ ദേശക്കാരുടെ ഒരു സാധാരണ പരിപാടിയായിരുന്നു. അപ്പോൾ പൂരവിളംബരം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഏറ്റെടുത്തപ്പോൾ മുതലാണ് അത് കാണികളെത്തുന്ന, കേരളത്തെ ആകർഷിക്കുന്ന പൂരത്തിന്റെ 1-ാം ദിനം എന്ന നിലയ്ക്ക് അത് വ്യാഖ്യാനിക്കപ്പെട്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായി രാമന് വേണം എന്ന് അവകാശപ്പെടുന്നവരുണ്ട്. അതിനുശേഷം എറണാകുളം ശിവകുമാറൊക്കെ വരുന്നു. എന്തായാലും തിരുവമ്പാടി ഘടകപൂരത്തിനൊപ്പം വിപിൻ സി വിജയനുണ്ട്. സ്മിത, വിപിൻ, ഘടകപൂരങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒഴുകി എത്തുന്നതിന്റെ ആവേശത്തിലാണ് നമ്മൾ. അവിടുത്തെ ഒരു ആവേശം ഹമ്പമ്പോ എന്തൊരു കാഴ്ചയാണിത്. കാരണം കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്കും ആളുകളുടെ എണ്ണം, ആസ്വാദകരുടെ എണ്ണം ഇരട്ടിക്കുന്ന ഒരു മാന്ത്രികത തൃശ്ശൂരിൽ എവിടെ നോക്കിയാലും കാണാൻ സാധിക്കും. ഇപ്പോൾ നായ്ക്കനാലിലേക്ക് തിരുവമ്പാടിയുടെ എഴുന്നള്ളത്തം എത്തിയിരിക്കുന്നു. മൂന്നാനപ്പുറത്ത് അതിൽ തിരുവമ്പാടി കണ്ണന്റെ ശിരസിലേറിക്കൊണ്ട് ഇപ്പോൾ തിരുവമ്പാടി ഭഗവതി ബ്രഹ്മസമ്മടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് ഇപ്പോൾ നൂറുകണക്കിന് ആളുകൾ അതിന് അകമ്പടിയായി എത്തുന്നു. ഒപ്പം തന്നെ നടപ്പാണ്ടിയുടെ ഒരു അകമ്പടിയോടുകൂടിയാണ് ഇപ്പോൾ ഈ യാത്ര, ഈ എഴുന്നള്ളത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ബ്രഹ്മസമ്മടത്തിലേക്ക് എത്തും. ബ്രഹ്മസമ്മടത്തിൽ ഇറക്കി പൂജയുണ്ട്. ഏകദേശം 1 മണിക്കൂറോളം നീളുന്ന ഇറക്കി പൂജയ്ക്ക് ശേഷം പിന്നീടാണ് മഠത്തിൽ വരവ്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന, ലോകം മുഴുവൻ പേരുള്ള നമ്മുടെ മഠത്തിൽ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. അതിലെ പഞ്ചവാദ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ഏകദേശം ഒരു 2 മണിക്കൂറോളം അവിടെ ഉണ്ടാവും. അതിന് കോങ്ങാട് മധു ആയിരിക്കും പ്രാമാണിത്വം വഹിക്കുക. അത്തരത്തിൽ വലിയ ഒരു സംഘം തന്നെ എല്ലാ സജ്ജീകരണങ്ങളുമായി തയ്യാറായിട്ടിരിക്കുന്നു. ഇപ്പോൾ പ്രശസ്ത കവയിത്രി ലോപാമുദ്ര കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട്? എന്താണ് പൂരത്തിന്റെ ഇപ്രാവശ്യം? പൊളിയല്ലേ? ഒരുപാട് ജനങ്ങളെന്ന് പറഞ്ഞാൽ മണ്ണ് തുള്ളിയിട്ടാൽ താഴാത്തത്ര ജനങ്ങള് ഇവിടെ തൃശ്ശൂരില് ഈ ലോകത്തെ മുഴുവൻ എതിരേൽക്കാനായിട്ട് ആതിഥേയ സജ്ജമായിട്ട് തൃശ്ശൂർ ഇവിടെ പുഞ്ചിരിയോടെ നിൽക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ഉണ്ട്. അതിന്റെ നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ചിരിക്കുന്ന, സന്തോഷമുള്ള മനുഷ്യരുടെ മുഖങ്ങളാണ് അതിവിടെ നിറയെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇത് നിറപ്പകിട്ടിന്റെ ഒരു ഉത്സവമാണ്. എല്ലാ നിറത്തിലുള്ള പഴങ്ങളും പൂക്കളും പച്ചക്കറികളും എല്ലാം കൊണ്ട് ഭഗവാന് പറ നിറച്ച് ഇവിടെ തൃശ്ശൂർ മുഴുവൻ ആഘോഷിക്കുകയാണ്. എന്തായാലും ഘടകപൂരങ്ങളുടെ വരവാണ്. ആ ഘടകപൂരങ്ങളിൽ ഒന്നിൽ നിന്നാണ് വിപിൻ സി വിജയൻ. നമ്മൾ നിൽക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കറിയാം വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിക്ക് മുന്നിലാണ്. വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിൽ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന, അക്ഷമയോടുകൂടി കൂടിയിരിക്കുന്ന ഓരോ മനുഷ്യന്മാരുടെയും ഉള്ളിലെ ലക്ഷ്യം അത് രാമനാണ്, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ്. രാമൻ അല്പസമയത്തിനകം ഈ വടക്കുന്നാഥന്റെ ക്ഷേത്ര സന്നിധിക്ക് മുന്നിലേക്ക് രാമനെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. രാമന് വേണ്ടിയുള്ള കാത്തിരിപ്പിന് രാമൻ തെക്കേ ഗോപുരമാണ്. ആ തെക്കേ ഗോപുര നടയിൽ നിന്ന് പുറത്തേക്ക് രാമൻ എഴുന്നള്ളി ഇവിടെ എത്തി നിൽക്കും. സാധാരണ ഇതിൽ പൂരം വിളംബരത്തിന് രാമൻ ഉണ്ടാവാറുണ്ട്. പൂരം വിളംബരത്തിന് രാമൻ ഉണ്ടാവാറുള്ളപ്പോൾ തെക്കേ ഗോപുര നടയും രാമനും ചേരുന്ന ആ കാഴ്ച, അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്ത കാഴ്ചയാണ്. ആ കാഴ്ചയ്ക്ക് വേണ്ടി ഇവിടെ
നൂറുകണക്കിന് ആയിരക്കണക്കിന് ആരാധകർ, രാമൻ ആരാധകർ, പൂരം ആരാധകർ ഇവിടെ കാത്തിരിക്കുന്നു. അക്ഷമയോടുകൂടി തന്നെ കാത്തിരിക്കുന്നു. എത്ര അക്ഷമയുണ്ടെങ്കിലും അവർ ഇവിടെ ഒന്ന് മാറണം. നല്ല ചൂടുണ്ട്, ചൂടത്ത് വെട്ടി വിയർത്തൊഴുകുന്നുണ്ട്. എങ്കിൽ കൂടിയും രാമന് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ തെല്ലുപോലും പതറാൻ അവർ തയ്യാറല്ല, തെല്ലുപോലും അക്ഷമ കാണിക്കാൻ അവർ തയ്യാറല്ല. കാത്തിരിക്കുന്നു രാമന് വേണ്ടി. രാമൻ എപ്പോൾ വരും എന്നതാണ് സ്മിത ഇവിടുത്തെ കണ്ണുകൾ അങ്ങോട്ടാണ്. ആ തെക്കേ ഗോപുരവാതിലിലേക്ക് എല്ലാ കണ്ണുകൾ മാത്രമല്ല, അവരെല്ലാവരും മൊബൈൽ ക്യാമറകളൊക്കെ അതങ്ങനെ വച്ചിരിക്കുകയാണ് കൂടെയുള്ളവർക്കെല്ലാം കാണിച്ചു കൊടുക്കാനായിട്ട്. കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള പൂരപ്രേമികൾ ഇങ്ങനെ ടി വിയിലും ഒക്കെ ആയിട്ട് നമ്മുടെ 24-ലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരേ ലക്ഷ്യമാണ്, കണ്ണുകളെല്ലാം ഒരേ വാതിലിലേക്കാണ്. തെക്കേ ഗോപുര വാതിൽ തുറന്ന് ഇന്നലെ തുറക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒരു കാഴ്ചയൊക്കെ കണ്ടതാണ്. സാധാരണഗതിയിൽ നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റി വരുന്ന രാമനെ കാണാനുള്ള ഒരു തിരക്കാണ് സാധാരണ. അത് കണ്ടത്. പക്ഷേ തെക്കേ ഗോപുരനടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന രാമൻ, തെക്കേ ഗോപുരനടയും രാമനും തമ്മിൽ അഭേദ്യമായ ചില ബന്ധങ്ങളുണ്ട്. അത് വല്ലാത്ത കാഴ്ചയാണ്, മനോഹരമായ കാഴ്ചയാണ്. കാഴ്ച കാണാൻ വേണ്ടിയാണ്. എന്തായാലും രാമൻ വരുമ്പോഴേക്ക് നമുക്ക് പെട്ടെന്ന് ശ്രീകാന്തിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ശ്രീകാന്ത് ഇപ്പോൾ നിൽക്കുന്ന ഘടകപൂരം ആരുടെ പൂരമാണ്? രാമൻ എത്താൻ ഇനി ഏതാനും നിമിഷങ്ങൾ, ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കി. ശ്രീകാന്ത്, ശ്രീകാന്തിലേക്ക് എത്താം. ഇനിയുള്ള ഏത് നിമിഷവും, ഇനിയുള്ള ഏത് മിനിറ്റിലും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന രാമൻ ഇവിടെ ആരാധകർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടും. തെക്കേ ഗോപുരനടയിൽ ആ ദൃശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ്. രാജാവല്ല, അത് ഏകഛത്രാധിപതിയാണ് എന്ന് പറയാറുണ്ട് രാമനെ പറ്റി. രാമൻ ഇനി തെളിയിക്കാനൊന്നുമില്ല. രാമന് കേൾക്കാത്ത വിശേഷണങ്ങളില്ല, രാമൻ തിരുത്താത്ത ചരിത്രങ്ങളില്ല. അങ്ങനെ രാമൻ ഒരേ ഒരു രാമൻ എപ്പോഴാണ് തെക്കേ ഗോപുരം നട തുറന്ന് പുറത്തേക്ക് വരിക എന്നുള്ള ആകാംക്ഷയിലാണ് ഇവിടെ രാമൻ ആരാധകർ, പൂരമാരാധകർ. രാമൻ വരുന്നിടം ഒരു പൂരമാണ് എന്ന് പറയാറുണ്ട്. പൂരത്തിലേക്ക് രാമൻ വരുന്നതല്ല, രാമൻ വരുന്നിടത്തേക്ക് പൂരം വരുന്നതാണ് എന്നൊരു ചൊല്ല് രാമന്റെ ആരാധകർ പറയാറുണ്ട്. ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, രാമൻ ഇനി ഇറങ്ങാൻ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. രാമന് വേണ്ടിയുള്ള വലിയ ആരാധനയിൽ, കാത്തിരിപ്പിൽ ഇവിടെ ആരാധകർ നിൽക്കുന്നു. ശ്രീകാന്ത്, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ നിൽക്കുന്നത് വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലാണ്. തൃശ്ശൂർ പൂരം അതിന്റെ പരമാവധി ആവേശത്തിലേക്ക് കൊട്ടി ഉയരുകയാണ്. ഇന്നലെ സാമ്പിൾ വെടിക്കെട്ടിൽ പൊട്ടിവിരിഞ്ഞു തുടങ്ങിയ തൃശ്ശൂർ പൂരം ഇന്നലെ പൂരവിളംബരത്തോടുകൂടി അതിന്റെ വിളംബരം പൂർത്തിയായി. ഇന്നിപ്പോൾ രാവിലെ മുതൽ കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്ത് മുതൽ ഓരോ ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്ത് മുതൽ അങ്ങനെ പൂരം അതിന്റെ പരമാവധി ശേഷിയിലേക്ക് ഉയരുകയാണ്. ഇവിടെ തൃശ്ശൂർ പൂരനഗരി അതിന്റെ ആവേശം അലതല്ലുന്ന ആകാശത്തോളം ഉയരുന്ന വലിയ ആവേശത്തിലേക്ക്, വലിയ എക്സൈറ്റ്മെന്റിലേക്ക് പോകുന്നു. ഇത് എല്ലാ വർഷമുള്ള എക്സൈറ്റ്മെന്റ് ആണെന്ന് പറയുമ്പോൾ പോലും ഈ എക്സൈറ്റ്മെന്റ് ഓരോ വർഷവും ഓരോ പുതിയ അനുഭവമാണ്. ഇത് 10-40 നേരത്തെ ചേട്ടനെ കാണാം, 62 വർഷം തുടർച്ചയായി പൂരം കണ്ട ചേട്ടൻ. 62 വർഷം പൂരം കണ്ടാലും ഏറ്റവും പുതിയ പൂരം കാണുമ്പോൾ ആദ്യമായി കാണുന്ന താളം പോലെ, ആദ്യമായി കാണുന്ന രാമനെ പോലെ, ആദ്യമായി കാണുന്ന മേളം പോലെ, ആദ്യമായി കാണുന്ന ഇലഞ്ഞിത്തറ പോലെ, അങ്ങനെ ആദ്യം കാണുന്ന അതാണ് ഈ പൂരത്തിന്റെ വിസ്മയം, ഈ പൂരത്തിന്റെ അത്ഭുതം. ഇത് 1796 തുടങ്ങി. ഇടയ്ക്ക് ചെറിയ കാലഘട്ടങ്ങൾ, വളരെ കോട് പോലുള്ള വളരെ ചുരുങ്ങിയ കാലങ്ങൾ മാത്രം മുടങ്ങിയ ഒരു പൂരം ഈ വർഷം ഇത്രയാകുമ്പോഴും ഏതാണ്ട് എണ്ണിച്ചിട്ടപ്പെടുത്തിയ പോലെയുള്ള കൃത്യം ചിട്ടവട്ടങ്ങളാണ്, കൃത്യം ആരാധനക്രമങ്ങളാണ്. അപ്പോൾ ആരാധനാക്രമങ്ങൾ ഇത്ര വർഷമാകുമ്പോഴും ഈ വർഷം കാണുന്ന ഒരാൾ അടുത്ത വർഷം കാണുമ്പോഴും, അല്ലെങ്കിൽ പൂരം തുടക്കം മുതൽ കാണുന്ന അടുത്ത വർഷം കാണുമ്പോഴും അതിൻ്റെ നവീനത, അതിൻ്റെ പുതുമ, അതാണ് ഈ പൂരത്തിൻ്റെ പ്രത്യേകത.